നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് എന്ന് നിലവിൽ പാലത്തിന്റെ ഏറ്റവും അവസാനത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോലീസുമായിട്ട് നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഏതെങ്കിലും വൈകാരികമായ പ്രശ്നമല്ല, ഞങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് തീരുമാനിക്കണം. സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല. ഇവരുടെ ദിനപത്ത നിർത്തലാക്കാൻ സർക്കാർ ഒരു ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ പറയുന്നത് 10, 11, 12 വാർഡുകളുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അടിയന്തരമായി ദിനപത്ത കിട്ടിയേ പറ്റൂ. അത് തീരുമാനിക്കാതെ ഞങ്ങൾ ഒരു ഇഞ്ച് ഇവിടുന്ന് പിന്നോട്ട് പോവില്ല. അതിന് തീരുമാനം ഞങ്ങൾക്ക് വേണം. അതല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോവില്ല. കാരണം ഞങ്ങൾ ചോദിക്കുന്ന ഒന്നല്ല, സർക്കാരിന്റെ കയ്യിൽ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട്. നിങ്ങൾ 160 ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. 400 കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം. 1026 കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾ മാത്രം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് താമസം ഇട്ടെറിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് എസ്റ്റേറ്റ് പാടിയിലെ സാധാരണക്കാരൻ മാത്രമല്ല, 1 ഏക്കറും 2 ഏക്കറും ഒക്കെ ഭൂമിയും നല്ല വീടുള്ളവൻ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇനി ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് കരുതിയപ്പോഴാണ് ഞങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പകരം ഒരു ചെറിയ വീട് തന്നാൽ മതി എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നത്. ഇവിടുന്ന് ഇട്ടെറിഞ്ഞു പോകാൻ തയ്യാറാകുന്നത് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാ. ആ ആളുകളെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? അത് സർക്കാർ ഏത് നിലക്കാണ് പരിഗണിക്കാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ 3 വാർഡിലെ ജനങ്ങൾക്ക് ദിനപത്ത കൊടുക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തരണം. അല്ലാതെ ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല. ഡെപ്യൂട്ടി കളക്ടറെ ഞങ്ങൾ തടഞ്ഞു വെക്കും, ഉദ്യോഗസ്ഥരെ ഞങ്ങൾ തടഞ്ഞു വെക്കും. താൽക്കാലികമായി ഞങ്ങൾ പരിശോധിക്കുക, ഞങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള ഒരു ഉറപ്പും ഇനി ഞങ്ങൾ സ്വീകരിക്കില്ല. കാരണം ദുരന്തം നടന്നിട്ട് 10 മാസമായപ്പോൾ വീണ്ടും ഈ ആളുകൾ അഭയാർത്ഥികളെ പോലെ പോകേണ്ടി വരിക. മത്തായി കമ്മീഷൻ കുറ്റിയടിച്ചു കൊടുത്ത കൂടെയാണ് ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മീഷനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ഏത് നിലയ്ക്ക് കൊണ്ടുവന്ന് ഒരു റെഡ് അലർട്ട് ഇന്നും ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ സ്കൂളിലാണുള്ളത്. ഈ പ്രദേശത്തെ മക്കൾ ഇവർ തിരിച്ചു വരുമ്പോൾ എത്ര പേര് ബാക്കി ഉണ്ടാവുമെന്ന് എന്തുറപ്പാണുള്ളത്? കാരണം ആ രീതിയിൽ മഴ പെയ്തിട്ടും കലക്ടർ ബംഗ്ലാവിൽ ഉറങ്ങുകയാണ്. കലക്ടർ ബംഗ്ലാവിൽ ഉറങ്ങുക. ഞങ്ങളെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഇപ്പോഴും പെരുവയിലാണ്. ഞങ്ങൾക്ക് തീരുമാനം വേണം. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് പറയാനില്ല. വില്ലേജ് ഉപരോധിച്ചപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഈ രാജസ്ഥാൻ ഇവിടുന്ന് പോയത്. ഇപ്പൊ 25-ാം തീയതി ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി തീരുമാനം ഉണ്ടായതിന് ശേഷം ഇവിടുന്ന് പോയാൽ മതി. ഇനി സാർ ഒരു കാര്യം കൂടി പറയാം. ഏറ്റവും സാധാരണക്കാരായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അതാത് വില്ലേജ് ഓഫീസർമാരാണ്. പക്ഷെ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ദുരന്തം നടന്ന സമയം മുതൽ ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്. ആളുകൾ അത്രമേൽ ജനരോഷത്തോടു കൂടിയിട്ടാണ് വില്ലേജ് ഓഫീസറോട് പെരുമാറുന്നത്. അയാൾ വില്ലേജ് ഓഫീസറെ അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇവിടേക്ക് വന്നപ്പോ ജനങ്ങൾ അത്രയും പ്രയാസത്തിലായത്. ജനങ്ങൾ ആ രീതിയിലുള്ള പ്രതികരണമാണ്. ഇപ്പൊ തഹസിൽദാർ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് വില്ലേജ് ഓഫീസറെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്, ആളുകൾ വയലന്റ് ആയിട്ടുണ്ട്. പക്ഷെ വില്ലേജ് ഓഫീസർക്കോ കൂടെയുള്ളവർക്കോ യാതൊരു രീതിയിലുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിൽ ഇവിടുത്തെ ജനങ്ങളെ വേട്ടയാടാൻ തഹസിൽദാർ എന്നല്ല ആര് വിചാരിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. കാരണം വില്ലേജ് ഓഫീസർ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആളാണ്. വില്ലേജ് ഓഫീസറെ പെരുമാറ്റം കൊണ്ടാണല്ലോ ആളുകൾ അയാൾക്ക് എതിരാകുന്നത്. അതിന്റെ പേരിൽ ഇവിടുത്തെ സാധാരണക്കാരനെ ഏതെങ്കിലും നിലക്ക് പ്രയാസപ്പെടുത്താമെന്ന് തഹസിൽദാർക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ തഹസിൽദാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വരും. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കെതിരെയും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തരണം. ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ ദുരന്തമായ സമയത്ത് ഒരുപാട് ആളുകളെ വീടുകൾ ഒലിച്ചു പോയി. ഒരുപാട് ആളുകൾ വീടുകൾ മരിച്ചുപോയി. ഞങ്ങളെ വീടുകൾ പോയിട്ടില്ല എന്നുള്ളൂ സാറേ. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇത് നഷ്ടപ്പെട്ടെങ്കിൽ സർക്കാർ പറഞ്ഞത് ഈ 3 വാർഡുകൾ, ഈ 3 വാർഡുകളിലെ ആളുകൾക്ക് ദിനപത്തയായിട്ട് ജോലി നഷ്ടപ്പെട്ട ആൾക്ക് 300 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാ. ഈ 3 മാസം ഫസ്റ്റ് കൊടുത്തു, എന്നിട്ട് കുറെ മാസം കഴിഞ്ഞ് വീണ്ടും കൊടുത്തു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു 3 മാസം കിട്ടിയ ആളുകളെ പോയിട്ട് കളക്ടറേറ്റിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതും കൊടുത്തു സാറേ. എന്നിട്ട് പറയാണ് ഞങ്ങളോട് നിങ്ങൾക്ക് കിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസ് പ്രയോഗം നടത്തി. അന്ന് ഈ മാഡം ഞങ്ങൾക്ക് പറഞ്ഞു ഉറപ്പ് വന്നു തീരുമാനം ഉണ്ടാക്കുന്നത്. ഈ നിമിഷം വരെ തീരുമാനമായിട്ട് സാറേ, ഈ നിമിഷം വരെ തീരുമാനമായിട്ട് സാറേ ഞങ്ങൾക്ക് ഒരു വഴി ഉണ്ടെങ്കിൽ ഒരു രൂപന്റെ വഴി ഉണ്ടെങ്കിൽ സാറേ ഈ മനുഷ്യന്മാരൊന്നും സാറേ ഈ മഴക്കാലത്ത് പാലക്കാട് പണിക്ക് പോകില്ല സാറേ. അത് ഇല്ലാത്തപ്പോ ഞങ്ങൾക്ക് അർഹത. ഇത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാ. കനത്തൊരു മഴ പെയ്താൽ മുണ്ടക്കായൽ ഇവർ പറഞ്ഞ മാനദണ്ഡം എന്താ? അവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ജോലി മുണ്ടക്കായലും അട്ടമലയിലും ഉണ്ടായിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ആ ജോലി ഉണ്ടല്ലോ. അന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് ഒരു മഴ പെയ്താൽ പിന്നെ അങ്ങോട്ട് കടത്തിവിടില്ല.
അങ്ങോട്ട് കടത്തിവിടാത്ത സാഹചര്യം വരുമ്പോൾ ഈ കുടുംബങ്ങൾ പട്ടിണിയാവും. ജോലി ഉണ്ടെങ്കിലല്ലേ കൂലി കിട്ടുള്ളൂ. കമ്പനി ഒന്നും കൊടുക്കില്ലല്ലോ, സർക്കാർ ഒന്നും കൊടുക്കില്ല. അന്ന് അതിന് ശേഷം ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് അതിന് ശേഷമാണ് ഇത്രയും മഴ പെയ്തിട്ട് ഇങ്ങനെ ഒരു മുൻകരുതലോ ഒരു മുന്നറിയിപ്പോ കൊടുക്കാതെ ഇവരൊക്കെ അങ്ങോട്ട് കടത്തിവിടാനുള്ള സൗകര്യം റവന്യൂ വകുപ്പ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം അവരുടെ ജോലി നിഷേധിച്ചാൽ 300 രൂപ കൊടുക്കേണ്ടി വരും. ജോലി നിഷേധിക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കടത്തിവിട്ടത്. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജോലിക്ക് പോകുന്നില്ല, ഈ മയത്ത് ഞങ്ങളുടെ ഒരാളും ജോലിക്ക് പോകുന്നില്ല. പകരം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങൾ സർക്കാരിന്റെ ഖജനാവിലുള്ള പണമൊന്നും ചോദിച്ചിട്ടില്ല. പകരം ഈ ദുരന്തത്തിന്റെ പേരിൽ നാട്ടുകാർ പിരിച്ചു കൊടുത്ത പണമുണ്ട്, ആ പൈസ ഞങ്ങൾക്ക് കിട്ടണം. ഇവിടുത്തെ 3 വാർഡിലെ കുടുംബങ്ങൾക്കും അടുത്ത ഈ പ്രതിസന്ധി തീരുന്നത് വരെയുള്ള ദിനപത്ത കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ നിൽക്കും, നിങ്ങൾ ഉറപ്പ് തരുന്നവരെ. നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതുകൂടി കേട്ടോളി. ഇവിടെ 6 മണി മുതൽ ഈ പ്രതിസന്ധി ഉണ്ട്. 6 മണി മുതൽ പ്രതിസന്ധി ഉണ്ട്. ഇവിടെ വില്ലേജ് ഓഫീസർ എത്തുന്നത് 3/4 മണിക്കൂർ മുമ്പാണ്. നിങ്ങളുടെ ആളുകൾ ഇവിടെ എത്തുന്നത് അതിന് ശേഷമാണ്. ഫയർഫോഴ്സ് പോലും ഇവിടെ എത്തുന്നത് വില്ലേജ് ഓഫീസർ എത്തിയതിന് ശേഷമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റാണിമല അവിടെ മുണ്ടക്കയിലും അട്ടമലയിലുള്ള ആളുകളെ 90% പുറത്തെത്തിച്ചതിന് ശേഷമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുമെങ്കിലും ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളെ ജീവന് നിങ്ങൾ എത്രയാണ് ഗൗരവം കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പൊ ഈ പട്ടാളവും ഇവരൊക്കെ ഈ തൊഴിലാളികളെ കംപ്ലീറ്റ് കൊടുക്കുന്നത് ഇവിടുത്തെ ടാക്സിക്കാരാണ്. വണ്ടിക്കാരെടുത്ത് ടാക്സിക്കാര് ഈ 100-200 ടാക്സി ഡ്രൈവർമാരുണ്ട്. അട്ടമലയും മറ്റും ബേസ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. ഇവർ എന്തെടുത്ത് ജീവിക്കും? ഞങ്ങളിത് പലവട്ടം തഹസിൽദാരോടും വില്ലേജ് ഓഫീസറോടും ചോദിച്ചു, ഇവരെങ്ങനെയാ ജീവിക്കേണ്ടത്? ഇവർക്ക് ജീവിതം, ഇവരെ ടാക്സി നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഇത് ഓടാനുള്ള സ്ഥലം വേണ്ടേ? എന്നോട് പറഞ്ഞൊരു വണ്ടി അട്ടമല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ഇപ്പോഴും മത്തായി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഫലമായിട്ട് ഈ വീടുകളിലൊന്നും താമസിക്കാൻ റെഡിയായിട്ടുള്ള 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. മത്തായി കമ്മീഷൻ വന്ന് കുറ്റി അടിച്ചങ്ങ് പോയി. ആ കുറ്റിയുടെ മുന്നിൽ വെച്ചിട്ട് സാറിപ്പോ പോയി കണ്ടത്. ആ കുറ്റി പോയി അവിടെ നിൽക്കുക, അതിന്റെ മേലെയാണ് വെള്ളം കിടന്നത്. ഞങ്ങൾ ഈ പെരും മഴയത്ത് മേപ്പാടി മുണ്ടക്കായിൽ ഉരുണ്ട് പൊട്ടി പറഞ്ഞിട്ട് ചാനൽ കണ്ടിട്ട് ആങ്ങളമാര് മേപ്പാടിന് വണ്ടി എടുത്ത് ഞങ്ങളെ 10-25 തൊഴിലാളികൾ വേലിപ്പാലപ്പുറം കടത്തിയത്. ഞങ്ങൾ അപ്പുറത്താണ് ഞങ്ങൾക്ക് ജോലി. ഞങ്ങൾക്ക് എന്താ ഗവൺമെന്റിന് പാസ്സാക്കി പൈസ ഒരുക്കി ഞങ്ങൾക്ക് തന്നാൽ എന്താണ്? എന്തുകൊണ്ട് ഇവർ ഞങ്ങൾക്ക് തരാത്ത? ഇപ്പോഴും വില്ലേജ് ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് എന്താ നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ടവർ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ജോലിയുണ്ടോ? ഈ മാസത്തിൽ നാളത്തോളം ഞങ്ങൾക്ക് ജോലിയില്ല. ഒരാഴ്ചക്ക് ഞങ്ങൾക്ക് ജോലിയില്ല. ഇതേ മാസം ഫസ്റ്റിൽ 4 ദിവസം ഞങ്ങൾക്ക് ജോലിയില്ല. ഞങ്ങൾ എങ്ങനെ കഞ്ഞുടിക്കൂ? ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? ഇച്ചിരി മാർഗം 400 രൂപയാണ് സാറേ തോട്ടം തൊഴിലാളിക്ക് കിട്ടുക. 400 രൂപ ഇച്ചിരി മാർഗം ഉണ്ട്. ഞങ്ങൾ ഈ കോലം കെട്ടിട്ട് പോകൂല സാറേ. അറിയാം നിങ്ങൾക്ക് അത്ര വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കോലത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അറിയാം കൊണ്ടുപോയത്. ഒരു വണ്ടി വരല്ല ഇവിടെ. ബിപിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ. എങ്ങനെ ജീവിക്കും? ഇപ്പോഴും വില്ലേജ് ഓഫീസർ പറയുന്നത് സുരക്ഷിതാണ്. എന്ത് സുരക്ഷിതാണ്? ഈ പാലത്തിന്റെ അപ്പുറത്ത് പോകണം ഞങ്ങൾ പണിയെടുത്ത് ജീവിക്കണം. വേറെ മാർഗം ഞങ്ങൾ നടത്തേണ്ടി വന്നത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് സാറെ ജീവിക്കണമെങ്കിൽ. ഇതിനൊരു സാറ് തീരുമാനം എടുത്താലേ പറ്റൂ. ഞങ്ങൾ അത്രയ്ക്ക് അധികമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വരെ വിടില്ല. ഒരു ചെറിയൊരു BP കൂടിയാലും 13 കിലോമീറ്റർ ഒരു വണ്ടിക്കാര് വിളിച്ച വരില്ല ഈ പെരുമഴയത്ത്. എന്ത് ചെയ്യൂ? എസ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായതാണ് അവിടെ.